all the nations, as did the Almighty say. Let's spread the word of love. Let's soothe those who pain. Go therefore and make disciples of all the nations. The disciples in His train. The disciples in His train. എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മളെ വിടുവിപ്പാൻ വലിയവനായി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്തിട്ട് പറഞ്ഞാട്ടെ, നമ്മുടെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ യേശു നമ്മളെ അനുഗ്രഹിപ്പാൻ, നമ്മളെ വിടുവിപ്പാൻ, നമ്മുടെ ഭാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആമേൻ അത് പൂർണ്ണമായി മാറ്റത്തുണ്ട്. ആണിരിക്കുന്നവനെ ഉയർത്തുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ആമേൻ അല്ലെങ്കിൽ പുറകിൽ ഇരിക്കുന്നവരെ മുമ്പിലാക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ആമേൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന കർത്താവിന്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ സർവ്വവല്ലഭനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. എത്ര സ്തുതിച്ചാലും മതിവരാത്ത നന്മകളാൽ, എത്ര വാഴ്ത്തി പാടിയാലും മതിവരാത്ത ആമേൻ നന്മകളാൽ അവൻ നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും നിറയ്ക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എനിക്ക് പറയുവാൻ ഒരു കാര്യമുണ്ട്. ആമേൻ ഞാൻ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാ. ആമേൻ അങ്ങനെ ഉറപ്പുള്ളവരുടെ സ്തുതിയും സ്തോത്രമാണ് എന്ന് രാത്രികാലം ദൈവസമയം മുഴങ്ങി കേൾക്കേണ്ടത്. ആമേൻ ഞാൻ നിന്നതല്ല, എന്റെ ദൈവം എന്നെ നിർത്തിയതാ. ആമേൻ ഞാൻ പോയതല്ല, എന്റെ ദൈവം എന്നെ കൊണ്ടുപോയതാ. ആമേൻ എനിക്കുണ്ടായതല്ല, എന്റെ ദൈവം എനിക്ക് തന്നതാ. ആമേൻ എന്റെ മേലുള്ള വാഗ്ദത്തം അവൻ എന്റെ ജീവിതത്തിൽ നിവർത്തിയാക്കിയത് കൊണ്ട് അവൻ നന്ദി സൂചകമാണ്. ഞാൻ വെറുതെ ഇരിക്കത്തില്ല, എന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമെന്ന് അവൻ ഹൃദയത്തിന്റെ ഉള്ളിൽ തീരുമാനമെടുത്ത ദൈവജനത്തെ അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, അവരുടെ സ്തുതിയും സ്തോത്രവും നമ്മുടെ മുഴങ്ങട്ടെ. അവൻ എന്തുകൊണ്ട് വലിയവനായ ദൈവം വലിയവ ചെയ്യുവാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. വലിയവനായ ദൈവം വലിയവ ചെയ്യുവാൻ തന്നെയാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ താറടിയായി പോകുവാൻ ദൈവം ആമേൻ അനുവദിക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില നന്മകൾ ചില സമയത്ത് കിട്ടിയില്ല എങ്കിലും തക്ക സമയത്ത് തന്ന് നമ്മെ തൃപ്തനാക്കുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. പറഞ്ഞിട്ട് തക്ക സമയത്ത് തന്ന് തൃപ്തനാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. തക്ക സമയത്ത് തന്ന് തൃപ്തനാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഇത്ര നീണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിന് ബുദ്ധിമുട്ട് റിപ്പീറ്റ് ചെയ്യാൻ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആത്മാവ് വ്യാപരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഒരു കാര്യം മനസ്സിലാക്കുക. ആമേൻ താഴ്ചയിൽ നിന്ന് നമ്മളെ ഉയർത്തിയ ആമേൻ സമ്പന്നനായ ദൈവം ആമേൻ സകലത്തിലും മതിയായവനായി നമ്മുടെ അടുക്കലുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നു അവന്റെ സന്നിധിയിൽ താണിരിക്കുവാൻ. ആമേൻ നമ്മുടെ എല്ലാ കണ്ണുകളും അല്പസമയം ഒന്ന് അടയട്ടെ. ആമേൻ ഹല്ലേലൂയ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആമേൻ ഹല്ലേലൂയ കർത്താവേ അവിടെ നിന്നോട് സംസാരിക്കണമേ, അവിടെ നിന്നോട് ഇടപെടണമേ. അങ്ങനെ ആത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. എന്നിലെ ബലഹീനതകൾ മാറ്റി, ആമേൻ എന്നിലെ പോരായ്മകൾ മാറ്റി, എന്നിലെ കുറവുകൾ മാറ്റി. ആമേൻ അങ്ങനെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം എന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കണമേ എന്ന് എല്ലാത്തിനും അല്പസമയം ചലിക്കട്ടെ. ആമേൻ കരങ്ങൾ ഉയർത്തി പിടിച്ചവരുടെ മേല എന്ന് രാത്രികാലം ആത്മാവിന്റെ പരിവർത്തനം ഇറങ്ങി വരട്ടെ. ആമേൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ആത്മാവിന്റെ പരിവർത്തനം, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിന്റെ ആമേൻ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ചലനങ്ങൾ ആമേൻ ചലിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ മണ്ഡലങ്ങളുടെ മേല യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തിയാൽ ഇറങ്ങി വരട്ടെ. അതിന് തടസ്സമായി കുടുംബങ്ങളെ വ്യക്തികളെ പിടിച്ചു കെട്ടിവച്ചിരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവയെ ചകറ്റിക്കൊണ്ട് അവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സകലരെയും വചനത്തെ മുദ്രയിട്ട് നിലവിളിക്കുന്ന കർത്താവേ, നമ്മുടെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം, സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങൾ താഴെയിടാം. നമുക്ക് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. Acts chapter 1 verse 4. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ
അവരോട് നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ട് നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തത്തിനായി സഹോദരൻ നീ കാത്തിരിക്കണം. സഹോദരിമാര് സഹോദരി എന്ന് പറഞ്ഞാട്ട് നമ്മുടെ കർത്താവിന്റെ വാഗ്ദത്തത്തിനായി സഹോദരൻ നീ കാത്തിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം അത് വെളിപ്പെടണമെങ്കിൽ കാത്തിരിക്കണം. തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പരസ്യമായി വെളിപ്പെട്ടുകൊണ്ട് അവരോട് പറയാ, നിങ്ങൾക്ക് വലിയൊരു വാഗ്ദത്തമുണ്ട്. ഇന്ന് ദൈവസഭയോട് ഉപവാസത്തിന്റെ ഇന്നലെ ദൈവത്തിന്റെ ആത്മാവിന്റെ വചനം തന്നെയാണ് സംസാരിച്ചത്. സംശയമൊന്നും വേണ്ട. മാസം എന്തിൽ നിന്ന് എന്താ പറയാൻ പോകുന്നത്? ദൈവത്തിന്റെ ആത്മാവ് തന്നു, ഞാൻ തന്നു. ദൈവത്തിന്റെ ആത്മാവ് തന്നു, ഞാൻ വായിച്ചു. ഇതിൽ കൂടി യഹോവ വലിയവ ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത് ഇതാണ്: നീ യെരൂശലേം വിട്ടു പോകരുത്. വിട്ടു പോകാതിരുന്ന നിന്റെ മേലൊരു വലിയ വാഗ്ദത്തമുണ്ട്. നിന്റെ മേൽ വലിയൊരു വാഗ്ദത്തമുണ്ട്. നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. നിന്നെ കാണുന്നവർ ഹല്ലേലൂയ പുച്ഛിച്ച മുഖം ധരിക്കുന്നത് പോലെ നിന്നതനായി പരിഹാസത്തിന്റെ മധ്യത്തില അങ്ങനെ ഇന്നായിരിക്കുന്ന സ്ഥാനത്തിൽ ആയിരിക്കേണ്ടവനല്ല. യഹോവയായ ദൈവം കർത്താവായ യേശു വിളിച്ചു പറയുന്നു, നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നിന്റെ ഉള്ളിലെ വേദനകളെ മാറ്റി തരുന്ന ഒരു വലിയ വാഗ്ദത്തം നിന്റെ മേൽ കിടപ്പുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വാസന. അവൻ വാക്ക് മാറാത്തവനാ. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവിന്റെ വല്ലഭത്വമുള്ള പരിവർത്തനമാ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കർത്താവ് പറയുന്നു, നിങ്ങളുടെ മേലൊരു വാഗ്ദത്തമുണ്ട്. എന്താ ഭാഷ വാഗ്ദത്തം? ഞാനെന്ന ഭാഷമാര് ദൈവദാസന്മാരെല്ലാം എന്നെ കാണുമ്പോഴെല്ലാം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണോ വാഗ്ദത്തം? അതെ, അത് തന്നെയാ വാഗ്ദത്തം. നീ ദൈവസന്നിധിയിൽ ഇരിക്കാത്തത് കൊണ്ട് കടന്നു വരികയും പോവുകയും ചെയ്യുന്നവരിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഇടപെട്ടിട്ടുള്ള അനവധി വാഗ്ദത്തങ്ങൾ അതിനെ ചിതറിക്കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ മേലുള്ള വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം അത്രയും നാളുകള്. നിങ്ങൾ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അനന്ത ഭാഷ ആഴ്ചയിൽ 3 ദിവസം ഞങ്ങൾ വന്ന് കാത്തിരിക്കുന്നില്ല. ആ കാത്തിരിപ്പല്ല. വാഗ്ദത്തത്തിന് മേൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായി കണ്ട് അവന്റെ എല്ലാ വഴികളിലും യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വന്ന് വാഗ്ദത്ത പ്രകാരം അവനെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് വാക്ക് മാറാത്തവനാകിയാൽ ഞാനിന്ന് രാത്രികാലം സർവശക്തനായ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ട് അവൻ വിശ്വസ്തനാ. അവനൊന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കാം. ഒരു ഭാഗത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം. മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മാറിപ്പോകും. എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ കല്ലറയുടെ അകത്ത് മാറിയ അവസ്ഥയിൽ നിന്നും പുറത്ത് വരും. കോരി വിരുന്നുകാർക്ക് കൊടുക്കാൻ പറഞ്ഞ കൽപ്പരണിയുടെ വെള്ളം അത് വീഞ്ഞായി തീരും. അതും വെറും വീഞ്ഞല്ല, മേൽത്തരമായ വീഞ്ഞ്. യഹോവ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന മേൽത്തരമായ കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ തരുന്നത് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനായാണ് ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കുകയാണ്. ബലഹീനമായതൊന്നും ദൈവം തരത്തില്ല. അംഗവൈകല്യമുള്ളതും ദൈവം തരത്തില്ല. അങ്ങനെ ഉള്ളതിന്റെ സ്തുതി ദൈവത്തിന് വേണ്ട. സ്വതന്ത്രം. യഹോവയായ കർത്താവ് പറയുന്നത്, നിന്നെ ഞാൻ നടത്തിയ വഴികളെ ഓർത്ത് നീ എങ്ങനെ സ്തുതിക്കാതിരിക്കും? നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ ഓർത്ത് നീ എങ്ങനെ മൗനമായിരിക്കും? യഹോവയായ കർത്താവ് സർവശക്തനായ ദൈവത്തിന് പറയുവാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ആർത്തില്ല എങ്കിൽ ഈ കല്ലുകൾ ആർക്കുന്ന ദിനം വരികയാണ്. കണ്ണുനീർ തമിഴ് വരികയെന്ന് നമ്മളെ വിടുവിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മളായിരുന്ന സ്ഥാനം എവിടെയാ? ഇന്നായിരിക്കുന്ന സാഹചര്യം എവിടെയാ? നമ്മളായിരുന്ന മണ്ഡലമേതാ? ഇന്നായിരിക്കുന്ന സാഹചര്യം ഏതാ? എന്താ നമ്മുടെ പഠിപ്പം മിടുക്കം കൊണ്ടാണോ നമ്മൾ ഇത്രത്തോളം ആയത്? അല്ല അല്ല അല്ല. സ്വത്രം. അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായി കൂടെ ഉള്ളത് കൊണ്ട്, വാക്ക് മാറാത്ത
എനിക്കായി കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കൂടെ ഉള്ളതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, മേഘാരൂഢനായി സർവശക്തനായ കർത്താവ് ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ നാമം ഒരുപോലെ സ്തുതിക്കുന്ന സർവശക്തനായ കർത്താവിന്റെ ആഗമനം ആമേൻ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുക എന്ന രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. അവൻ പറയുന്നു, നിന്റെ മേലുള്ള വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നീ കാത്തിരിക്കണം. നിന്റെ മേലുള്ള വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, നമ്മുടെ മേലുള്ള വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, നമ്മുടെ സഭയുടെ മേലുള്ള വാഗ്ദത്തം സഭയിൽ വെളിപ്പെടണമെങ്കിൽ ഒരാള് കാത്തിരുന്നാൽ പോരെ, എല്ലാവരും കാത്തിരിക്കണം. ആമേൻ, നമ്മുടെ കുടുംബത്തിന് മേലുള്ള വാഗ്ദത്തം വെളിപ്പെടണമെങ്കിൽ ആമേൻ ഒരു വ്യക്തി കാത്തിരുന്നാൽ പോരാ, കുടുംബത്തിലെ എല്ലാവരും കാത്തിരിക്കണം. അതെങ്ങനെയാ പാസ്റ്ററെ? ഞങ്ങൾ 4 പേരുണ്ട്, ഞാൻ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല, നീ മാത്രം ഇരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ശൂന്യതകളെ നികത്തി തരുന്ന ദൈവമാണ്. അടഞ്ഞ വാതിലുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു തന്ന എന്റെ പൈതലിന് വേണ്ടി വഴി ഒരുക്കണമെന്ന് പറഞ്ഞ് ആമേൻ ദൂതന്മാരെ മുമ്പിൽ നിർത്തി പ്രവർത്തിക്കുന്ന യഹോവയുടെ വലിയ കരം ഇന്ന് രാത്രികാലം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. ആമേൻ, നിനക്കെതിരായി, നിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾക്കെതിരായി, ആമേൻ നിന്റെ കുടുംബ ജീവിതത്തിനെതിരായി, ആമേൻ അല്ലെങ്കിൽ നിന്റെ സന്തോഷത്തിനെതിരായി, ആമേൻ ഉയർന്നു നിൽക്കുന്ന ദുഷ്ടന്റെ വെല്ലുവിളികളെ എന്നേക്കുമായി തകർത്തുടച്ചു കളഞ്ഞുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി ആമേൻ ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട് കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് എന്ന് രാത്രികാലം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ ദൈവഭക്തന്മാരുടെ മേൽ അവന്റെ അഭിഷേകത്തിന്റെ അത്യന്തപരമായ ശക്തിയെന്ന ആമേൻ ഹല്ലേലൂയ. നിന്റെ നിന്ദകളെ മാറ്റി, നിന്റെ ശൂന്യതകളെ മാറ്റി, ആമേൻ നിന്റെ ബലഹീനതകളെ മാറ്റി, നിന്റെ പോരായ്മകളെ മാറ്റി, ആമേൻ അവന്റെ ശക്തിയായ ശക്തനായ യഹോവയുടെ പരിവർത്തനം യേശുവിന്റെ നാമത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആമേൻ. നന്ദിയോടെ നീ സ്തുതിക്കുക. ഭാവമുള്ള ഒരു സ്തുതിക്കുക. അന്തര ധീര രിപര മൗന ധീരൽ കടകര വദന ശങ്കര അന്തര കടകര വദന ശങ്കരായ മൗനൽ കടക യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ വിധാനമുള്ള നാമത്തിൽ എന്ന രാത്രികാലം ജയമെടുക്കുന്നു. അന്ന് പാമ്പുകളെ തേടുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി മതിപ്പാൻ അധികാരം തന്നവരെ വിളിച്ചു പറയുന്നു. നിന്റെ വാഗ്ദത്തത്തിന് മേല്, നിന്റെ വാഗ്ദത്തത്തിന് മേല് സ്തുതിച്ചു തുടങ്ങിയാട്ട നിന്റെ തലമുറയുടെ മേൽ, പ്രൈസ് ദി ലോർഡ്, നിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ ഉയർന്നു നിൽക്കുന്ന സാത്താന്യ ശക്തിയെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത്തരങ്ങൾ ഉള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ട അതര വീരൽ ഘടകര വദന ശങ്കരായ മൗനൽ ഘടക. ഓ, നിന്റെ മേൽ, നിന്റെ വാഗ്ദത്തത്തിന് മേൽ ആമേൻ യെരൂശലേം വിട്ട് നിന്നെ ചതറിച്ചു കളയുന്ന രീതിയിൽ
യെരൂശലേം എന്താ യെരൂശലേം? പ്രാർത്ഥനയുടെ അനുഭവം വിട്ടുപോകാതെ, ദൈവസന്നിധി വിട്ടുപോകാതെ, പറഞ്ഞിട്ട് ദൈവസന്നിധി വിട്ടുപോകാതെ ഞാൻ വാഗ്ദത്തം പ്രാപിക്കും. അത് എന്നെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞിട്ട് ദൈവസന്നിധി വിട്ടുപോകാതെ, ദൈവസന്നിധിയിലിരുന്ന് ഞാൻ വാഗ്ദത്തം പ്രാപിക്കും, ദൈവസന്നിധിയിലിരുന്ന് ഞാൻ വാഗ്ദത്തം പ്രാപിക്കും, ദൈവസന്നിധിയിലിരുന്ന് വാഗ്ദത്തം പ്രാപിക്കും. അവൻ പറയുന്നു യെരൂശലേം വിട്ടുപോകാതെ, യെരൂശലേം വിട്ടുപോകാതെ. പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അപ്പം വാഗ്ദത്തം വരുന്നത് എവിടുന്നാ? പിതാവിന്റെ സന്നിധിയിൽ നിന്നാ. പുത്രനുണ്ടെന്ന് പറഞ്ഞാലും പിതാവ് ഇങ്ങോട്ട് പകർന്നു തന്നുകൊണ്ടിരിക്കുക. ഒരു മീഡിയേറ്ററാ നിനക്കെതിരായി ആമേൻ കടന്നു വരുന്ന ദുഷ്ടശക്തികളെ യുദ്ധം ചെയ്ത് തകർത്തുടച്ചുകൊണ്ട് ആമേൻ പിതാവിൽ നിന്നുള്ള ഒരു വാഗ്ദത്തം പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് നിന്റെ മേൽ അയപ്പാൻ സർവശക്തനായ കർത്താവ് ശക്തനായിരിക്കുന്നുവെന്ന് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വചനത്തിൽ കൂടി വിളിച്ചു പറയുമ്പോ ആമേൻ അവന് പറയുവാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ അവൻ തരും. തരാൻ ശക്തൻ തന്നെയാണ്. നമുക്ക് വായിക്കാൻ 40-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. Psalms 40:1. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. അപ്പോൾ ഞാൻ ചെയ്തത് എന്താ? കാത്തിരുന്നു. ഞാൻ ചാഞ്ഞു പോയൊന്നുമില്ല. ആമൻ ചതഞ്ഞതിനെ നിരയാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമൻ എന്തെങ്കിലും ഉടഞ്ഞു കിടക്കുന്നുവെങ്കിൽ അതിനെ അവൻ നേരെയാക്കും. ചെറിയ പുകയെ ഉള്ളുവെങ്കിലും അതിനെ തീ ആളി കത്തിപ്പിക്കുന്ന കർത്താവാണ്. അവൻ പറഞ്ഞത് ഞാൻ ഓടിക്കളയാം. അവൻ അല്ലേ നീ ഓടിക്കാനും പണിയാനും ഒന്നും പോട്ടെ, നീ ഒന്ന് കാത്തിരുന്നാ മതി. നീ ഉടയ്ക്കാനും പണിയാനും ഒന്നും പോണ്ട, നീ ഒന്ന് കാത്തിരിക്കുന്നുവെങ്കിൽ ആമൻ എന്റെ കാര്യസ്ഥം നിന്റെ മേലൊന്ന് ഇറങ്ങി വരും. ഓ എന്റെ വാഗ്ദത്തം നിന്റെ മേലൊന്ന് ഇറങ്ങി വരും. എന്റെ വാഗ്ദത്തം നിന്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആമൻ ദൈവത്തിന്റെ പൈതലെ ആമൻ നീ ആയിരിക്കുന്ന ഈ അവസ്ഥകളെല്ലാം അവൻ മാറ്റും. ആമൻ കാര്യസ്ഥൻ ഒന്ന് ഇറങ്ങി വന്നാൽ, ആമൻ വാഗ്ദത്തം ഒന്ന് ഇറങ്ങി വന്നാൽ നിന്റെ മൂടുപടം അവൻ മാറ്റിക്കളയും. ആമൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. വളരെ വ്യക്തമായി വചനം പറയുന്ന കാത്തിരുന്നാലേ കിട്ടത്തുള്ളൂ. ഒരുങ്ങിയാലേ കൊണ്ടുപോകത്തുള്ളൂ. ആരും ഒരുങ്ങാതെ ആരും കൊണ്ടുപോകത്തൊന്നുമില്ല. ആമേ നമ്മളെങ്ങോട്ടെങ്കിലും പോകുമ്പോ ഈ കാണിക്കുന്ന പെയിന്റടിയൊന്നുമല്ല, അതല്ല സ്വോത്രം. ആ ഒരുക്കമല്ല, ആത്മീയ ഒരുക്കമായി ഒരുങ്ങി നിൽക്കുന്നവരെ ആമേൻ ഒരു വലിയ വാഹനം ഇതുവഴി കടന്നു വരുന്നുണ്ട്. അതിനകത്ത് അവൻ ഇന്ന് കാര്യത്തിൽ കൊണ്ടുപോകും. ആമേൻ ആ വാഹനം പോയി നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ആമേൻ 24 മൂപ്പന്മാർ വണങ്ങി നമസ്കരിക്കുന്ന സ്വർഗ സിംഹാസനത്തിന് മധ്യത്തിൽ ആ വാഹനം കൊണ്ടുപോയി നിർത്തിയിട്ട് പറയും, മകന് നിന്റെ വിഷയം എന്താ? സ്വോത്രം. കണ്ണില് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നീ ഉറങ്ങാൻ കിടന്നാൽ അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ കണ്ണടച്ചാൽ ഭയാനകമായ രീതിയിലല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കിക്കോ, നിനക്കായി ഞാൻ പണിതിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓ ആമേൻ അതിനായി ഒരുങ്ങിയിരിക്കുന്ന ഭക്തനുണ്ട് എങ്കിൽ അവൻ അന്നേരം കാണും 24 മൂപ്പന്മാർ വണങ്ങി നമസ്കരിക്കുകയും കോടാനുകോടി ദൂതന്മാർ ആമേൻ സർവശക്തനായ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത് ആമേൻ കാണുവാൻ കഴിയുമെന്ന് രാത്രികാലം ആത്മീയ കണ്ണുള്ള ആരെങ്കിലും ഞെരുങ്ങിയിരിക്കുന്നുവെങ്കിൽ അവരെന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട് ആമേൻ അവരുടെ മേൽ വലിയൊരു ഉയർച്ച സ്വർഗത്തിൽ ദൈവം അയക്കുന്നുണ്ട്, അയച്ചിട്ടുണ്ട്. ആമേൻ അവരെ കൊണ്ടുപോകുവാൻ ഒരു ആത്മീയ വാഹനം ഇവിടെ വന്നിട്ടുണ്ട്. ആ വാഹനത്തിന്റെ പേരാണ് കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. ഓ
ഞാനിപ്പോ കണ്ടത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ ജനം യഹോവയ്ക്ക് പ്രസാദമായി ആരാധന കൊടുത്ത ആമേൻ കർത്താവ് തന്നെ സർവശക്തനായ ദൈവം തെരഞ്ഞെടുത്ത ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷക്തൻ ശുശ്രൂഷ ചെയ്തപ്പോൾ സീനായി മലയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹാ തേജസ് ആമേൻ ഹല്ലേലൂയ ചാഞ്ഞിറങ്ങുന്നത് പോലെ യഹോവയ്ക്ക് കാത്തിരിക്കുന്ന യഹോവ ഭക്തന്റെ ജീവിതത്തിൽ മേലെ ആമേൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആമേൻ നീ ഞെരുക്കത്തിലാണെന്ന് രാത്രികാലം ഇരിക്കുന്നത് ദൈവത്തിന്റെ അമ്മ വിളിച്ചു പറയുന്നു. ആമേൻ നീ യെരൂശലേം വിട്ടുപോകരുത്. അവന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. നീ യെരൂശലേം വിട്ടുപോകരുത്. ആമേൻ നീ ചിതറി പോകരുത്. അവന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. കാത്തിരുന്നു. അവൻ ഞാൻ കാത്തിരിക്കുന്നവനെ ആർത്തിയുള്ളവനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. കാത്തിരിക്കുന്നവന്റെ ആ കാത്തിരിപ്പ് എന്നേക്കുമായി മാറ്റുന്ന കർത്താവാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. അങ്ങോട്ട് ചെല്ലാതെ ഇങ്ങോട്ട് കിട്ടത്തില്ല. ആരും വിചാരിക്കരുത് കിടന്ന് ഉറങ്ങുമ്പോൾ തട്ടി വന്നിട്ട് തരുമെന്ന്. ആ കാലം കഴിഞ്ഞു കേട്ടോ. അത് പഴയ കാലമായിരുന്നു. ഇന്ന് ദൈവത്തിനറിയാം ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും ആമേൻ ഞാൻ സൃഷ്ടിച്ചതാണെങ്കിലും ഞാൻ ജന്മം കൊടുത്തതാണെങ്കിലും ഞാൻ ചേറ്റിൽ നിന്നും കരകയറ്റി നിർത്തിയിരിക്കുന്നുവെങ്കിലും ആമേൻ ഹല്ലേലൂയ അവനിൽ ചെറിയ കുഴപ്പങ്ങളുണ്ട്. അവൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് ചായും, ഇങ്ങോട്ട് ചായും. അതുകൊണ്ട് അവൻ എന്നെ കാത്തൊന്നിരിക്കട്ടെ. അവൻ എന്റെ സന്നിധിയിൽ ഒന്ന് കാത്തിരിക്കട്ടെ. അവൻ കാത്ത് ഒരുങ്ങി വരുമ്പോൾ അവന്റെ മേൽ ഞാൻ ചാഞ്ഞിറങ്ങി ചെല്ലും. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് പറയുവാനുള്ള അത് തന്നെയാ. കാത്തിരിക്കുന്നു എങ്കിലും അവൻ ചാഞ്ഞിറങ്ങി വരുന്ന ദൈവമാണ്. ആമേൻ. ഇങ്ങനെ പറഞ്ഞോട്ടെ, ഞാൻ ദൈവത്തിനായി കാത്തിരിക്കും. ഞാൻ ദൈവത്തിനായി കാത്തിരിക്കും. ആദരങ്ങൾ ഉള്ളവർ ദൈവം ആദരം തന്നവർ മാത്രം പറഞ്ഞാൽ മതി. അല്ലാത്തവരുടെ ഒന്നും ദൈവത്തിന് വേണ്ട. ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കാം. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന, എന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഞാൻ അനുഭവിക്കുന്ന, എന്റെ ജോലിയിൽ ഞാൻ അനുഭവിക്കുന്ന, എന്റെ കൈകാലുകളിൽ ഞാൻ അനുഭവിക്കുന്ന, അങ്ങനെ എന്റെ കൈയുടെ ജോയിന്റുകൾ, എന്റെ ഷോൾഡർ